ഹലോ. ഇന്ന് വീക്കെൻഡായിട്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അയിലയ്ക്ക് നല്ല ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയില എടുത്തു, പിന്നെ കുറച്ച് ടൊമാറ്റോയും ഒനിയൻ അങ്ങനത്തെ കുറച്ച് വെജിറ്റബിൾസും വാങ്ങിച്ചു. അപ്പോൾ അതിനിടയിലാണ് ഉണ്ണികൾ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ₹1 കോയിൻ തരുമെന്ന് ചോദിച്ചിട്ട്, ഒരു ദർഹം. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് അവരങ്ങനെ കോയിൻ ഇട്ട് കൊടുക്കണം, അതിൽ നിന്ന് മിഠായി എടുത്തിട്ടാണ്. അതേ നേരെ പോയപ്പോൾ ചായപ്പീടിക എന്ന് പറഞ്ഞൊരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഉണ്ണികൾക്ക് കുഞ്ഞു കുട്ടി സമൂസ, ഒരു തരഹാണ്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടോ, കുഞ്ഞു കുട്ടി സമൂസേൻ്റെ അത് വാങ്ങിച്ചു. അവർക്ക് ഇഷ്ടമാണ് കേട്ടോ. വലിയ സമൂസയിൽ കുഞ്ഞു സമൂസയായിരിക്കും. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നേരെ അയിലക്കറി വെക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് വറക്കാനും വെക്കാനും വേണ്ടിയിട്ട് മാറ്റി വെച്ചു. നാളെ സൺഡേ ആയിട്ട് ചേട്ടന് മാത്രമേ ഡ്യൂട്ടി ഉള്ളൂ കേട്ടോ. എനിക്ക് 2 ദിവസമാണ് ഓഫ്, സാറ്റർഡേയും സൺഡേയും. ചേട്ടന് സാറ്റർഡേ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അയിലക്കറി വെക്കുകയാണെങ്കിൽ പിന്നെ നാളെ ചേട്ടനത് കൊണ്ടുപോകാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ തന്നെ നമ്മൾ അയിലക്കറി വെക്കാൻ വേണ്ടി പോകാൻ. 2 പേർക്കും മുടക്കായതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സാറ്റർഡേ സൺഡേ. അന്നാണല്ലോ നമ്മളൊരു ഫാമിലിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം അത് മാറ്റി വെക്കുന്നത്. ഇന്നും കാലത്ത് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഉണ്ണികൾ ചോദിക്കുന്നുണ്ട്, അമ്മേ ഇന്ന് എത്ര ദിവസമുണ്ട് അമ്മയ്ക്ക് അച്ഛൻ്റെ മുടക്കിന്, എത്ര ദിവസമുണ്ട് മുടക്കിന് എന്ന് രണ്ടാളും ചോദിച്ചു വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇല്ലട 2 ദിവസം കൂടി ഉണ്ട് ഫ്രൈഡേ ആവാൻ, അങ്ങനെ പറഞ്ഞു ഫ്രൈഡേ അന്നത്തെ ദിവസം ഈവനിങ് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ഫാമിലിക്ക് വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ കുറച്ച് സമയം നമുക്ക് ചിലവഴിക്കുമ്പോൾ, ഉണ്ണികളുടെ കൂടെയും ചേട്ടൻ്റെ കൂടെ ഒക്കെ നമ്മൾ ചിലവഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടാവില്ല. ഒരാഴ്ചത്തെ സ്ട്രെസ്സ് മുഴുവൻ മാറാൻ ആ 2 ദിവസം നമ്മൾ നമ്മുടെ ഫാമിലിയായിട്ട് ചിലവഴിക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണ് കേട്ടോ. സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ എന്തിലോ എൻ്റെ കൈ കൊണ്ടടിച്ചിട്ട് എൻ്റെ കൈ നല്ലപോലെ ഒന്ന് മുറിഞ്ഞു കേട്ടോ, ചെറുവിരലിൻ്റെ അവിടെ. അപ്പോൾ എനിക്കിങ്ങനെ മീനൊന്നും മസാല ഇങ്ങനെ പരട്ടാൻ എനിക്ക് പറ്റുന്നുണ്ടല്ലേ, 20 തട്ടിയിട്ട്. അപ്പോൾ പിന്നെ ചേട്ടൻ തന്നെ ആ മീനിക്ക് നല്ലപോലെ കുഴച്ച് നല്ല പച്ച വെളിച്ചെണ്ണയും ഉള്ളിയും ചെറുള്ളിയും ഒക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മളങ്ങനെ കുഴയ്ക്കില്ലേ, ആ കുഴയുടെ ആണ് ആ ടേസ്റ്റ് എന്ന് പറയാം കേട്ടോ. ആ കുഴക്കണേൻ്റെ അങ്ങനെ നല്ലപോലെ കുഴച്ച് നമ്മൾ വെള്ളയ്ക്ക് ഒഴിച്ച് മീൻ അടുപ്പത്ത് ഇടാൻ വേണ്ടി വെച്ചിട്ട് മീൻ കറിക്ക് വേണ്ടിയിട്ട്. ഉണ്ണികളെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി പോയപ്പോൾ അവിടെ എൻ്റെ അമ്മ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിക്ക് ഉണക്കി അമ്മ തന്നെ പോയിട്ട് പൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ചേട്ടൻ്റെ അമ്മാമ്മ മറ്റേ മാങ്ങ ഉണ്ടല്ലോ, മാങ്ങ ഉണക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മാമ്മയും അമ്മയും കൂടിയിട്ട്. അപ്പോൾ അധികം നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന ഇപ്പോഴും അത് തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ നാട്ടിൽ നിന്ന് കൊണ്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇന്ന് മീൻകറി വെക്കാണ്ട് നോക്കിയപ്പോഴേ കൊടുമ്പുളി കുറവായിരുന്നു കേട്ടോ. കൊടുമ്പുളി കഴിഞ്ഞ് കുറച്ചുണ്ടായുള്ളൂ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാങ്ങ ഉണക്കിയതുണ്ടല്ലോ, ആ മാങ്ങ ഉണക്കിയതിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നാട്ടിൽ നിന്നുണ്ടല്ലോ നമ്മുടെ അച്ഛനും അമ്മയും അമ്മാമ്മയും അവർക്ക് ഓരോ സാധനങ്ങൾ തന്നാക്കിയില്ലേ, അതെനിക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എന്തോ ഒരു സ്നേഹം അതിലുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ.